ദ വാവ്. വൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസ്, വെഡ്ഡിങ് ബൗസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ പ്രോമിസ് എന്നുള്ള ആ സാധനം തന്നെയാണ്. ഓരോ പേരിട്ട് വെച്ചിട്ട് നമുക്കത് പറയാൻ ബുദ്ധിമുട്ടും. 2022 ഇറങ്ങിയ ഒരു സിനിമയാണ്, ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ് ഈ ഒരു സിനിമ. ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. ഈ ഒരു സിനിമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരാളെ റിലേഷൻഷിപ്പ് ഓർ ഒരാളെ കല്യാണം കഴിക്കുന്നു. ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് അവർക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് സംഭവിക്കുന്നു. നമ്മളവർ മറന്നു പോവുകയാണ്. അതായത് അവരുടെ പാസ്റ്റ് 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം നടന്ന നമ്മൾ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു. അവർക്ക് അവരുടെ ഫാമിലി മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു. അങ്ങനെ നമ്മൾ കല്യാണം കഴിച്ച ആളാണ്, അല്ലെങ്കിൽ നമ്മളെ കൂടെ ജീവിച്ച ഒരാളാണ്, പക്ഷേ അവർ നമ്മളെ ഓർക്കുന്നില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വരുന്നു. അതെങ്ങനെ സോൾവ് ചെയ്യുന്നു, എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പം പേജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ലിയോ എന്ന് പറയുന്ന ഒരാൾ, ഇവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഹാപ്പി മാരേജ് ആയിരുന്നു. അങ്ങനെ ഒരു കാർ ആക്സിഡൻറ്റിൽ പേജിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു. 5 വർഷത്തെ എല്ലാ കാര്യങ്ങളും പേജ് മറന്നു പോവാണ്. ഈ 5 വർഷങ്ങൾക്കിടയിലാണ് ലിയോയെ പരിചയപ്പെടുന്നതും കല്യാണം കഴിക്കുന്നതൊക്കെ. അപ്പം ഈ പെൺകുട്ടിക്ക് പേജിന് ഓർമ്മ വരുന്ന സമയത്ത് ഫാമിലിയെ വിളിക്കുന്നു, ഫാമിലി വരുന്നു. അപ്പം അവർ ഭയങ്കര സർപ്രൈസ് ആവുന്നു. അപ്പം ഈ ഫാമിലിയുമായിട്ട് ഉടക്കി പിരിഞ്ഞിട്ടാണ് പേജ് പോകുന്നത്. അപ്പം ഇതവർ മുതലെടുക്കും. അതായത് ഓർമ്മ പോയി മകളെ തിരിച്ച് കിട്ടുന്നു എന്നുള്ള ആ ഒരു സാധനം മുതലെടുക്കുന്നതും, അതേപോലെ തന്നെ ഈ ലിയോ, അതായത് തന്നെ മറന്നുപോയ ഒരു ഭാര്യയെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കുറേ ശ്രമിച്ചു പോകുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ല, ഓർമ്മകളൊന്നും തിരിച്ചു വരുന്നില്ല. അങ്ങനെ ഇവർ തമ്മിലൊരു ഒരു എഗ്രിമെൻറ്റിലാവുന്നു. ഓക്കെ, പിരിയാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിലാവുന്നു. അങ്ങനെ ലിയോയുടെ ലൈഫ് പോകുന്നു, പേജിൻ്റെ ലൈഫിലേക്ക് പോകുന്നു. അങ്ങനെ പേജ് കണ്ടെത്തുകയാണ് താൻ എന്തിനാണ് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും. അങ്ങനെ കുറേ സാധനങ്ങൾ, അതായത് ഇവർ ഈ ഫാമിലി പേജിൽ നിന്നും മറച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം പേജ് കണ്ടെത്തുന്നതും, പേജ് അതായത് പണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എന്ത് കാര്യമാണോ ആ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തു പോകുന്നതും, അവസാനം ലിയോയുടെ അകത്തേക്ക് ചെന്ന് ഇവർ തമ്മിൽ ഒന്നിക്കുന്നതാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഒരു ട്രൂ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് പറയുന്നത്. ഇതേപോലെ തന്നെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, അത് ഇൻസ്പയർ ആയിട്ട് ചെയ്തതാണ് ദ വാവ് എന്ന് പറയുന്ന സിനിമ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഭയങ്കര രസകരമായിട്ടാണ്. അതായത് കുറച്ച് ഇമോഷൻസ് നമുക്ക് നമ്മുടെ ലൈഫിൽ നടക്കാം എന്നുള്ള രീതിയിലേക്ക്, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് ഇവർ ഈ ഒരു സിനിമയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കാണുന്ന സമയത്ത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ മറന്നു പോയി കഴിഞ്ഞാൽ എൻ്റർലി നമ്മളെ മറന്നു പോകുന്നു. നമ്മൾ പിന്നെയും ആദ്യം തൊട്ട് തന്നെ ഈ ഒരു ലവ് സ്റ്റോറി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ അവരുമായിട്ട് പ്രണയത്തിലാകുക എന്നുള്ളത് വീണ്ടും ഒരു വട്ടം സംഭവിച്ചു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. അതെങ്ങനെ ആയി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമ കാണിച്ചു തന്നത്. വളരെ ഭംഗിയായിട്ട്, വളരെ വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഞാൻ ഒരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നിയത്. എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വല്ലപ്പോഴും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണിത്.